ഹേ ഗൈസ്, പാതിരാത്രി വീട്ടിൽ കയറി വന്നിട്ട് കൈലാസണ്ണന്റെ കോൺസേർട്ട് മാംഗ്ലൂർ നടക്കുന്നുണ്ട്, നീ വാന്ന് പറഞ്ഞിട്ട് ശുക്കൂറും ടീമും എന്നെ പൊക്കിക്കൊണ്ടു പോയി. ഇവിടെ എത്തിയപ്പോ മജയിലെ മൂഞ്ചി. കോൺസേർട്ട് 7 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിയാകുമ്പോ കഴിഞ്ഞു. നമ്മ ആടക്ക് എത്തിയത് തന്നെ 10 മണിക്ക്. കൈലാസണ്ണൻ പാട്ടും പാടിച്ച് അയാളെ പുരയൊക്കെ എത്തി. ഇവിടെ കുറെ പോലീസ് ലാറ്റിയും പിടിച്ചു നിന്നിന്. ഇവിടെ പോയെങ്കിൽ നമ്മളെ കുണ്ടി പൊളിയെന്ന് പറഞ്ഞിട്ട് നമ്മ ആ ഭാഗത്തേക്ക് പോയിക്കാം. ആ ബേജറിൽ മൂത്രം ഒഴിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങി. ഉറക്കത്ത് പോലും കൈലാസണ്ണന്റെ പാട്ട് തന്നെ ഓർമ്മ വരുന്നത്. എന്ത് പണ്ടായാലും കിടന്നിട്ട് ഉറക്കം വരാത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് 2 ഷവർമ തിന്നാന്ന് പറഞ്ഞിട്ട് ടിങ്കു നേരെ പച്ച ഷവർമയും പിന്നെ കണ്ണാപ്പിയും ഗോപ്പും ചോപ്പ് ഷവർമയും തീർന്നിട്ട് നമ്മ നജയിലൊക്കെ കിടന്നിട്ട് ഉറങ്ങി. പിന്നെ കണ്ണ് തുറക്കുമ്പോ നമ്മ കടപ്പുറത്ത് ഷെട്ടി ഗ്യാങ് നമ്മളെ കടപ്പുറത്തേക്ക് കൊണ്ടുവന്നു. കടല് നല്ല ഗോവ സെറ്റപ്പ് ആയി. 1 കിലോമീറ്റർ ദൂരെ പോയി. അപ്പൊ കുറച്ച് ചാർജ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അവിൽ മിൽക്കും കുറച്ച് ചർമുറി എടുത്തിട്ട് തൂറാൻ മറന്നു. ഇപ്പുറത്ത് നോക്കുമ്പോ കടപ്പുറത്ത് നല്ല തലയെടുപ്പുള്ള ആന പാമ്പാടി ഷെട്ടി. ഇത് നമ്മൾ ആന പാമ്പാടി ചെട്ടിനെ കണ്ടിട്ട് പായുന്നല്ല, കടപ്പുറം കണ്ടിട്ട് നമ്മൾ വൈബായിട്ട് കുളിക്കാൻ തുള്ളിയത്. അപ്പോഴത്തേക്ക് നമ്മളെ ഉണ്ണിക്കുട്ടനെ മസാല എല്ലാം തേച്ചിട്ട് നല്ല മജയില കുളിപ്പിച്ചിട്ട് എടുത്ത്. കടല് ഭയങ്കര ശാന്തമായിട്ട് നല്ല ഗോവ വൈബായിട്ട് നല്ല മജയില നമ്മ എല്ലാവരും അടിച്ചു പൊളിച്ച് കുളിച്ച്. അപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടന്റെ ഒടുക്കത്തെ ഹൈപ്പ് റപ്പിച്ചന്റെ ചർമുറി തിന്നങ്ങ് നീ ഒന്ന് വിടലാന്ന്. പിന്നെ നേരെ അടുത്തേക്ക് പോയി നോക്കാം. അങ്ങനെ റപ്പി കൊടുക്കുന്ന ഹൈപ്പിന്റെ അത്ര ഒന്നും ഇല്ല, ഒരു നോർമൽ ചർമുറി അത്ര തന്നെ. പക്ഷെ ഇവർ അവിൽ മിൽക്ക് പറയാതിരിക്കാൻ വരില്ല, നല്ല കിടിലൻ W അവിൽ മിൽക്ക്, നല്ല സെറ്റ് അവിൽ മിൽക്ക്. ഞാൻ അതും എടുത്തോണ്ട് നേരെ പരിക്കോ. അപ്പൊ അത്ര തന്നെ ഫോളോ ആക്കിക്കോ.